നമ്മുടെ ചന്ദ്രനിലും ചൊവ്വയിലും കൃഷി സാധ്യമാകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ ചർച്ചാവിഷയം ഇതാണ്. അന്യഗ്രഹങ്ങളിലെ കൃഷി എന്നത് ശാസ്ത്രകഥകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്ന് ഗവേഷകർ അന്വേഷിക്കുകയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ഭക്ഷണം കണ്ടെത്തുക എന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കില്ല. ഗവേഷണങ്ങളിലൂടെ ഇതിനുള്ള വഴികൾ തുറക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഇപ്പോൾ നടത്തുന്ന പുതിയ ഗവേഷണങ്ങൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. മാലിന്യങ്ങളെ വളമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലാണവർ. പ്ലാന്റ്, ഹ്യൂമൻ മാലിന്യങ്ങൾ എന്നിവയെ വളമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ. ഇത് ചന്ദ്രനിലെയും ചൊവ്വയിലെയും തരിശുനിലങ്ങളെ കൃഷിയോഗ്യമാക്കും. ചന്ദ്രനിലെയും ചൊവ്വയിലെയും ഉപരിതലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിനെക്കുറിച്ചാണ് ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജൈവമാലിന്യം ഇതിനൊരു താക്കോലാണ്. ചന്ദ്രനിലെയും ചൊവ്വയിലെയും തരിശുനിലങ്ങൾ ഫലഭൂയിഷ്ഠമായ മണ്ണാക്കി മാറ്റാനുള്ള നിർണായകമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഗവേഷണത്തിനായി ചന്ദ്രനിലെയും ചൊവ്വയിലെയും മണ്ണിന് സമാനമായ സിമുലൻസ് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്ന് സസ്യങ്ങൾക്കാവശ്യമായ പോഷകങ്ങൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കുന്നു. ചന്ദ്രനിലെയും ചൊവ്വയിലെയും ഉപരിതലങ്ങൾ പാറക്കെട്ടുകളും പൊടിപടലങ്ങളും നിറഞ്ഞ റീഗോലിത്താണ്. ഇത് നിലവിൽ കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ല. നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിലെ ഒരു സംഘം ബ്ലിസ് അഥവാ ബയോറീജനറേറ്റീവ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് വികസിപ്പിക്കുന്നു. ഈ സിസ്റ്റം ഉപയോഗിച്ച് മാലിന്യങ്ങളെ പോഷകസമൃദ്ധമായ ലായനിയാക്കി മാറ്റുന്നു. ഇത് സിമുലന്റുകളുമായി കലർത്തിയാണ് പരീക്ഷണം നടത്തുന്നത്. 24 മണിക്കൂർ സിമുലന്റുകളും ബ്ലിസ് ലായനിയും ഒരുമിച്ച് കുലുക്കിയ ശേഷം നടത്തിയ പരീക്ഷണം വളരെ പ്രതീക്ഷ നൽകുന്ന ഫലങ്ങളാണ് നൽകിയത്. വെള്ളം, ബ്ലിസ് ലായനി എന്നിവയുമായി ചേരുമ്പോൾ സിമുലന്റുകൾ സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ അവശ്യ സസ്യപോഷകങ്ങൾ നൽകുന്നതായി കണ്ടെത്തി. സിമുലന്റ് കണികകളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ചില മാറ്റങ്ങൾ കണ്ടെത്തി. ചന്ദ്രന്റെ സിമുലന്റിൽ ചെറിയ കുഴികളും ചൊവ്വയുടെ സിമുലന്റ് നാനോ കണങ്ങളാൽ മൂടപ്പെട്ടതായും കണ്ടു. ഈ മാറ്റങ്ങൾ റീഗോലത്തിലെ കടുപ്പമേറിയ ധാതുക്കളെ മൃദുവായി മാറ്റുന്നു. ഇത് മണ്ണിന് സമാനമായ ഒരു മെറ്റീരിയലിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണ്. ഈ ഗവേഷണം ബഹിരാകാശത്ത് മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്നതിനുള്ള നിർണായകമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു. യഥാർത്ഥ ചന്ദ്രനിലെയും ചൊവ്വയിലെയും റീഗോലിത് സിമുലന്റുകളിൽ നിന്ന് വ്യത്യാസമുള്ളതിനാൽ കൂടുതൽ പരീക്ഷണങ്ങൾ ആവശ്യമാണ്. ബഹിരാകാശത്ത് മനുഷ്യ കോളനികൾ നിലനിർത്തുന്നതിൽ ഈ പ്രക്രിയ നിർണായക പങ്ക് വഹിക്കും എന്നതിൽ സംശയമില്ല.